ഒരു സ്ലീവ് ഡിസൈനാണ് കാണിക്കുന്നത്. ഒരു ബട്ടൺ വെച്ചിട്ട് ടാബും കൂടി വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്തിട്ടേക്കണേ. പിന്നെ 3 ഇഞ്ച് വീതിയാണ് നമുക്ക് നല്ല ഭാഗത്തേക്ക് മടക്കിയെടുക്കേണ്ടത്. അപ്പം ഇത് 4 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ട് സ്ലീവിന്റെ ലെങ്ത് വരുന്ന നീളത്തില് 4 ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്ത് സ്റ്റിഫിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 ഇഞ്ച് വീതിയിൽ നമ്മൾ പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അതൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒരു 2 ഇഞ്ച് വീതിക്ക് എടുക്കാം. 3/4 ഇഞ്ച് വീതി മതിയാവും. അങ്ങനെ മറിച്ചെടുക്കാനുള്ളതാണ്, അടിച്ച് മറിക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് കൊടുത്തേക്കുന്നത് 2 ഇഞ്ചിന്റെ ഒരു പീസ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മളിത് ഈ ഒരു പീസിന്റെ സെന്റർ ഭാഗം ആദ്യം കറക്റ്റായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് സെന്ററായിട്ട് വെച്ചിട്ട് അരയിഞ്ച് വീതം അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം. എല്ലാവരും അവരുടെ രീതിയിൽ ചെയ്തു. ഇതിപ്പോ ഞാൻ ഒരു കറക്റ്റ് എളുപ്പപ്പണി എന്നിട്ടിങ്ങനെ ലൈൻ വെച്ചു. എന്നിട്ട് ഒരു 4 ഇഞ്ച് വിട്ട് ഇവിടെ ഒരു ലൈൻ വെക്കാം. ഇത് എനിക്ക് സ്ക്വയറിലാണ് ഷേപ്പ് വേണ്ടത്, അതുകൊണ്ട് സ്ക്വയറിലാണ് വരച്ചിരുന്നത്. പിന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്ത് തരാം. ഇതുപോലെ ചെറിയ കട്ടിട്ടുണ്ട്. അപ്പം മറിഞ്ഞു വരുമ്പം ഈ പോയിന്റ് ഒക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്ലീവിന്റെ സൈഡ് ആദ്യം അടിച്ചു കൊടുക്കാം. നമുക്കിത് റോങ് സൈഡാണ് വേണ്ടത്. റോങ് സൈഡിലേക്ക് ആദ്യം നമുക്ക് ഈ സ്ലീവിന്റെ സെന്റർ ഭാഗം ആക്കി മാർക്ക് ചെയ്യാം. ഇതിന്റെയും സെന്റർ ഭാഗം മാർക്ക് ചെയ്യാം. നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ആദ്യം ഇതിന്റെ മേലെ ഒരു സ്റ്റിച്ച് ചെയ്യും. ഓക്കെ.